വയനാട് തിരുനെല്ലിയിലെ പ്രവീണയുടെ കൊലപാതകത്തിൽ പ്രതി ദിലീഷിനെതിരെ പോക്സോ കേസ് ചുമത്തി. 14 വയസ്സുകാരിയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് കണ്ടെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. വിവരങ്ങളുമായി ആഷിഖ്, എന്തായാലും ആ കേസിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ? സ്വാതി, ഇന്നലെ ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ വകുപ്പുകളെല്ലാം ഈ പ്രതി ദിലീഷിനെതിരെ ചുമത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ മെഡിക്കൽ കോളേജ് നടത്തിയ പരിശോധനയിൽ ലൈംഗികമായി പീഡിപ്പിച്ചത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇപ്പോൾ പോക്സോ കേസ് കൂടി ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ദാരുണമായ സംഭവമായിരുന്നു നടന്നത്. അതിന് പിന്നാലെയാണ് ഈ പ്രതി ദിലീഷിനെ ഇന്നലെ 12 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിൽ ആ വീടിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. ദിലീഷ് ഇപ്പോൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ തുടർന്ന് കുട്ടി 14 വയസ്സുകാരിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെറിയ പരിക്ക് മൂലം കൊണ്ടുപോയിരുന്നു. അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊരു കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പ്രതി ഇന്ന് കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ശേഷം അത് തുടർന്നുള്ളിലേക്കും പോലീസ് കടക്കും. സ്വാതി. ശരി, ആഷിഖ് റഹ്മാൻ. 14-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നതിനാലാണ് ദിലീഷിനെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത്. വയനാട് തിരുനെല്ലിയിലെ പ്രവീണയുടെ കൊലപാതകത്തിലെ പ്രതിയാണ് ദിലീഷ്.